ഹലോ, അടുക്കളക്കാര്യം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ടൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഈ മുട്ട ഞാനൊന്ന് ഒരു പാത്രത്തിലോട്ടൊന്ന് തട്ടിപ്പൊട്ടിച്ചൊഴിക്കാം. ഇനി കുറച്ച് സാധനങ്ങളും കൂടെ എടുക്കാനുണ്ട്. അതാ ഒന്ന് തട്ടിപ്പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഒരല്പം ഉപ്പ് കൂടെ ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഈ മുട്ട. ഇനി 1-2 സാധനങ്ങളും കൂടെ ചേർക്കാനുണ്ട്. അത് ഞാൻ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. അതായത് നല്ലവണ്ണം ബീറ്റ് ചെയ്ത് ഒന്ന് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് സവാള, ക്യാരറ്റ്, എന്ത് പച്ചക്കറി വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് സവാള അരിഞ്ഞിട്ടുണ്ട്, ഒരു ക്യാരറ്റും ഒരു പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ബീൻസ് ഇടാം, എന്ത് പച്ചക്കറി വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ഇടാം. ഞാൻ ഇത്രയേ ഇടുന്നുള്ളൂ. ഇതൊന്ന് ഇതിലോട്ടൊന്ന് തട്ടിയിട്ട് ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയാൽ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ നമുക്ക് എന്നാ കൊടുക്കാനെന്ന് നമ്മൾ വിചാരിച്ച് അങ്ങനെ ഇരിക്കുമല്ലേ. എന്ത് കൊടുക്കാം കുട്ടികൾക്ക് വൈകുന്നേരം സ്കൂളിൽ വിട്ട് വരുമ്പോൾ? അതുപോലെ കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരാരും അങ്ങനെ ചായക്കൊക്കെ എന്ത് കടിയാണ് നമ്മൾ കൊടുക്കുന്നത് എന്നൊക്കെ വിചാരിച്ചിരിക്കും. ഇതാ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു 3 പീസ് ബ്രെഡ് ഒന്ന് എടുക്കാം. ഇതാ വെറും 3 പീസേ എടുത്തിട്ടുള്ളൂ. ഇത് ഇടുമ്പോൾ നല്ല ക്വാണ്ടിറ്റി ആയിരിക്കും, അതുകൊണ്ട് ഞാൻ 3 പീസേ എടുത്തിട്ടുള്ളൂ. ഇതൊന്ന് നല്ലവണ്ണം കട്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ടോ ഒന്ന് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം, ചെറുതായിട്ടോ വലുതായിട്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാനിതാ ഈ വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഈ കട്ട് ചെയ്ത പീസസിനെ ഒന്ന് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന മുട്ടയിലോട്ടൊന്ന് ഒഴിക്കാം, ഒന്ന് തട്ടാം. അതൊന്ന് നല്ലവണ്ണം എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല ഗുണമുള്ള സാധനമാണ്. മുട്ട, ബ്രെഡ്, പച്ചക്കറി എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ നല്ല വൈറ്റമിൻസ് ഉള്ള സാധനങ്ങളുമാണ്. നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ വൈകുന്നേരങ്ങളിൽ ഈ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങി കൊടുക്കുന്നതിനെക്കാട്ടും ആരോഗ്യത്തിൽ ഏറ്റവും നല്ലതാണ് നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഓരോ സാധനങ്ങളും കൊടുത്താൽ. അപ്പോൾ ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യാം. ഇതാണ്ടോ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ കട്ടിയിൽ ഇതിന് വേണമെങ്കിൽ ഒരല്പം പാലാണെങ്കിൽ തിളപ്പിച്ചതിന് ശേഷം ഒഴിക്കോ, അല്പം തേങ്ങാപ്പാലോ എന്ത് വേണോ ഒഴിക്കുക. ഇച്ചിരി കൂടെ ലൂസാവണമെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ലൂസാവേണ്ട ആവശ്യമില്ല. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇച്ചിരി നെയ്യൊന്ന് അതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം എല്ലാ സൈഡും ഒന്ന് തൂത്ത് കൊടുക്കാം. ഞാൻ ഇച്ചിരി നെയ്യ് ഒരല്പം കൂടുതൽ എടുത്തിട്ടുണ്ട്. അല്ലാതെ വേറെ നമ്മൾ എണ്ണയോ ഒന്നും ഇതിൽ ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് ഇച്ചിരി നെയ്യൊന്ന് കൂടുതൽ എടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇളകിയെടുക്കാം. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും. നെയ്യുടെ ഒരു മണമൊക്കെ വരും ഇത് ഉണ്ടാക്കി വരുമ്പോൾ. ഞാനിത് ഒരുമിച്ചാണ് ഉണ്ടാക്കുന്നത്. ഇത്രയും വലിയ കല്ല് ഇല്ല എന്നുണ്ടെങ്കിൽ, പാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ചെറിയ പാൻ വേണമെങ്കിലും വയ്ക്കാം. ദോശക്കല്ല് വേണമെങ്കിൽ എന്ത് വേണോ വയ്ക്കാം. 1, 2, 3 നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരുമിച്ച് ഒന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. കാരണം കൂടുതൽ സമയം എനിക്കില്ല, അതുകൊണ്ട് അത് ഒരുമിച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതിന് ഇനി ഒരു വട്ട ഷേപ്പിൽ നമുക്കൊന്ന് പരത്തി വയ്ക്കാം. അപ്പോൾ എല്ലാം നല്ലവണ്ണം വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു വട്ട ഷേപ്പിൽ ഉണ്ടാക്കി വയ്ക്കാം. അങ്ങനെ വലിയ ഷേപ്പൊന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ, നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി തന്നെ. ഞാനിത് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ സമയത്തെല്ലാം ലോ ഫ്ലെയിമിൽ വേണം തീ ഇടാനായിട്ട്, ഇല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും. കുറച്ചൊക്കെ നല്ല ബ്രൗൺ കളർ ആവണം അടിഭാഗം, എങ്കിലേ നമുക്ക് എല്ലാ ഭാഗവും നല്ല വെന്ത് വരത്തുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം വെന്തിട്ടുണ്ട്. ഇതാണ്ടോ ഇങ്ങനെ നമുക്ക് ഇളക്കിയെടുക്കാം. ചിലപ്പോൾ ഇളക്കിയെടുത്താൽ ഒന്ന് പൊടിഞ്ഞു പോകുമോ എന്നുള്ളത് കൊണ്ട് ഞാനൊരു വേറൊരു പാനിലോട്ട് ഇതൊന്ന് മാറ്റുവാണ്. ഇങ്ങനെ ഒരെണ്ണം വേറൊരു പാൻ എടുത്തിട്ട് അതിലോട്ട് ഞാൻ ഒരല്പം നെയ്യ് തൂത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ മറിച്ച് ഇതിലോട്ടിടാം. ഇട്ടിട്ട് ഒരു 2 സെക്കൻഡ് ഒന്ന് ഗ്യാസിൽ വെച്ചാൽ മതി, മറു സൈഡും വെന്ത് കിട്ടും. ഇതാണ്ടോ ഇങ്ങനെ ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഒരു 2 സൈഡ് ഒന്ന് ഗ്യാസിലോട്ട് ഒന്ന് വച്ചതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഇതിനെ ഒന്ന് മാറ്റാം. കണ്ടോ ഇത് ഒരു സൈഡ് വെന്തിട്ടുണ്ട്, മറു സൈഡും കൂടെ വേവാനായിട്ട് വയ്ക്കാം. എന്നിട്ട് ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് മാറ്റാം. 2 സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ഇങ്ങനെ ഇട്ടിട്ട് തിരിച്ചൊന്നിടാം. ഇതിനെ ഒന്ന് തിരിച്ചിടാം കേട്ടോ. അതിൽ വെച്ചിട്ട് തന്നെ നമുക്ക് തിരിച്ചിടാൻ പറ്റും. ആ പാത്രത്തിൽ വെച്ചിട്ട് തന്നെ തിരിച്ചിട്ടിട്ടുണ്ട്. കണ്ടോ ഇങ്ങനെ എടുക്കാം. അത് പൊടിഞ്ഞൊന്നും പോകത്തില്ല. ഇനി പൊടിഞ്ഞൊന്നും പോകത്തില്ല. കണ്ടോ നല്ല കട്ടയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി ഇതിനെ ഒരു കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് മുന്നായിട്ട് ഒരല്പം കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ടുള്ള ഒരല്പം ഒന്ന് തൂക്കി കൊടുക്കാം. കാരണം ഇതിന് സോസ് കൂട്ടി കഴിക്കുന്നതുകൊണ്ട് ചെറിയ ഒരു എരിവും കൂടെ ഉണ്ടായിരുന്നാലും നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ മതി. കുഞ്ഞു കുട്ടിയൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ ഈ കുരുമുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല. അല്ലാതെ മുളക് പൊടി വേണമെങ്കിലും ഇടാം, മുളക് പൊടി ഉപ്പും കൂടെ വേണമെങ്കിലും ഇടാം. ചതച്ച മുളകുണ്ടല്ലോ അത് വേണമെങ്കിലും ഇടാം. എന്ത് വേണോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് വലിയ ഷേപ്പൊന്നും വേണമെന്നില്ല കേട്ടോ, ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. കുട്ടികൾക്ക് ഓരോ പീസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ എടുത്ത് കഴിക്കുന്നതിന് നല്ല എളുപ്പമായിരിക്കും ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ. അതിനാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ഇതിൽ വെച്ച് തന്നെ മുറിച്ച് തിന്നുകയും ചെയ്യാം. കുട്ടികൾക്ക് വേണമെങ്കിൽ ഒരുമിച്ച് കൊടുക്കാം. കട്ട് ചെയ്തെടുത്താൽ എടുക്കാൻ നല്ല എളുപ്പമാണ്. കണ്ടോ നല്ല പഞ്ഞി പോലെയുള്ള സ്നാക്സ് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾ ഇനി ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങി കുട്ടികൾക്ക് കൊടുക്കേണ്ട ആവശ്യമല്ല. ഇങ്ങനെ കുട്ടികൾ ഇത് ഉണ്ടാക്കി വെച്ചാൽ വൈകുന്നേരം ചൂടോടെ ഇച്ചിരി സോസും കൂടെ കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് അവർ കഴിക്കും. ഇത് ടൊമാറ്റോ സോസാണ്. പിന്നെ കുരുമുളക് പൊടി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ചില്ലി സോസ് വേണമെങ്കിലും കൊടുക്കുക. അതിന് ചെറിയ ഒരു എരിവുണ്ടായിരിക്കും. അത് നല്ല ടേസ്റ്റായിട്ട് കുട്ടികൾ കഴിക്കും. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കി നോക്കുക. ഓക്കെ, ബൈ.